റീബർത്തുന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മെഡിറ്റേഷൻ എന്നാൽ എന്താണ്, അങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അല്പം മുമ്പ് എനിക്കൊരു കോൾ വരികയുണ്ടായി. ഇവിടെ നിന്നല്ല, ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ്. ഓർക്കുന്നുണ്ട്, ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നു. എനിക്ക് തോന്നുന്നു USA അങ്ങനെ എവിടെ നിന്നും വന്ന കോളാണ്. അപ്പം പറയുകയുണ്ടായി, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നു, ടെൻഷൻ റിലീഫ് ആകുന്നില്ല. എന്താണ് ശരിക്കും മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ആ കോള്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ 2 ഗ്രൂപ്പിലും, ഫീമെയിൽസ് ഉള്ളയും ജെൻസ് ഉള്ളയും 2 ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. ഒരു ക്വസ്റ്റ്യൻ, ഒരു വോയിസ് നോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മെഡിറ്റേഷൻ എന്നാൽ എന്താണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വോയിസ് നിങ്ങളുടേതായ രീതിയിൽ ഇടാവുന്ന. അങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള കാരണം, എനിക്കൊരു തോന്നൽ വന്നു, എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് മെഡിറ്റേഷനെ കുറിച്ച് അറിയാമോ ഇല്ലയോ, അവരുടെ ധാരണ എന്താണ്. ഞാൻ ഇതുവരെ പല വീഡിയോസിലും മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും മെഡിറ്റേഷൻ എന്നാൽ എന്താണെന്ന് ഇതുവരെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്ന പലരുടെയും വാക്കുകൾ, സംവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എന്നാൽ മെഡിറ്റേഷൻ എന്നാൽ എന്തെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു, അല്ലേ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീബുദ്ധ ഭഗവാൻ ആനാപാനസതി ധ്യാനം, സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് മെഡിറ്റേഷൻ, അതാണ് ധ്യാനമെന്ന് നമ്മളെ പഠിപ്പിച്ചെങ്കിലും ശ്രീബുദ്ധ ഭഗവാന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, അങ്ങക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന്. അപ്പം ശിഷ്യൻ അത്ഭുതമായി. ശിഷ്യൻ ചോദിച്ചു, എന്താണ് അങ്ങക്കുണ്ടായ നഷ്ടം? എൻ്റെ ദേഷ്യം, ആവശ്യമില്ലാത്ത ചിന്തകൾ, എൻ്റെ ആന്തരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ മെഡിറ്റേഷൻ മൂലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് മെഡിറ്റേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം ധാരണയെന്നോ ധ്യാനമെന്നോ എങ്ങനെ നമ്മൾ കണക്കാക്കിയാലും, നമ്മളെ ഒരു ടെൻഷൻ റിലീഫ് ആക്കിയിട്ട് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ മെഡിറ്റേഷന് ഒരുപാട് പങ്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ലൈഫും ഇപ്പം മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയപ്പോഴും എനിക്കുണ്ടായ മാറ്റം. മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ഇപ്പോൾ കുറേ അധികം വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും മെഡിറ്റേഷനോട് അല്ലാതെ തുടങ്ങുന്നില്ല, അവസാനിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം. നേരത്തെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നൊരു പ്രകൃതമായിരുന്നു എൻ്റേത്. എന്ത് കേട്ടാലും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്, എന്നോടൊരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി എന്നോട് ദേഷ്യപ്പെടുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തിയെ കൂടി ഞാൻ ഉൾപ്പെടുത്താൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു അത്ഭുതമല്ല എങ്കിൽ കൂടിയും എനിക്കത് അത്ഭുതമായിട്ട് മാറി. അപ്പോൾ ഞാൻ സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരുടെ ടെൻഷൻ മാറുന്നുണ്ട്, അവരുടെ ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോൾഡ് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ടെൻഷൻ റിലീഫായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടെൻഷൻ ഫ്രീ ആണ്. എത്ര വലിയ പ്രശ്നങ്ങൾ ഒരു ദിവസം ഉണ്ടായാലും എൻ്റെ മനസ്സ് എന്നോട് പറയും, ഇന്നേ ദിവസം മറ്റേതൊരു ദിവസത്തിനേക്കാളും സുന്ദരമായൊരു ദിവസമായിരിക്കും, മറ്റേതൊരു ദിവസം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്തു തീർക്കാൻ സാധിക്കും. ഈ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് മെഡിറ്റേഷൻ കൊണ്ടുണ്ടായത്. ഇന്നലെ ഒരുപാട് ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു, പക്ഷെ വളരെ സുന്ദരമായിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യം നമ്മളെ കൺട്രോള് നഷ്ടപ്പെടുന്നു, ദേഷ്യം കൂടി വരുന്നു. പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു, നമ്മൾ പെട്ടെന്ന് പാനിക് ആകും, അല്ലേ. ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മൾ പെട്ടെന്ന് പാനിക് ആകും, അല്ലേ. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഈ മെഡിറ്റേഷൻ അവിടെ ഗുണം ചെയ്യും. കാരണം പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ആ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പം അതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരമമായ ഒരു ആനന്ദത്തെ തരുന്നു, അല്ലേ. നമ്മൾ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും പറയുകയാണെങ്കിൽ പുറമേയുള്ള ഒരു കാര്യമല്ല
മെഡിറ്റേഷൻ നമുക്ക് തരുന്നത്. മറിച്ച് ബാഹ്യമായതല്ല, ആന്തരികമായ ഒരു അനുഭൂതിയാണ് തരുന്നത് മെഡിറ്റേഷൻ. പലപ്പോഴും എനിക്കതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടി ഉറങ്ങാറുണ്ട്. നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉറങ്ങും അല്ലേ? പക്ഷേ നമ്മൾ ആന്തരികമായ റെസ്റ്റാണ് മെഡിറ്റേഷനിലൂടെ കൊടുക്കുന്നത്. അത് 5 മിനിറ്റ് ആവാം, 10 മിനിറ്റ് ആവാം. ചിലർക്ക് മെഡിറ്റേഷൻ ഒരു അഡിക്ഷൻ പോലെയാണ്. എന്നെ സംബന്ധിച്ച് മെഡിറ്റേഷൻ അഡിക്ഷൻ ആണെന്ന് പറയും. കാരണം എനിക്ക് മെഡിറ്റേഷൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. എത്ര മണിക്കൂറുകൾ ഇരിക്കാനും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു രീതി എനിക്കുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മെഡിറ്റേഷൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ മെഡിറ്റേഷൻ്റെ ഡീപ്പസ്റ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ശരീരത്തിന് ഭാരമില്ലാതാകുക, ശ്വാസം നിലച്ചിട്ട് ശരീരത്തിന് ആകെ ഒരു തണുപ്പ്, ഒരു വൈബ്രേഷനും ഒക്കെ ഫീൽ ചെയ്യുക, ഒരു തൂവല് പോലെ നമ്മുടെ ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിലോട്ടൊക്കെ മെഡിറ്റേഷൻ നമ്മളെ കൊണ്ടുപോകും. പിന്നുണ്ടാവുന്നത് നമ്മുടെ പല ചിന്തകളും നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഒരു കൂട്ടരതിനെ ഹാലുസിനേഷൻ എന്ന് പറയും, ഒരു കൂട്ടരതിനെ ആസ്ട്രൽ ബോഡി പുറത്തേക്ക് പോകുന്നതാണെന്ന് പറയും. അത് എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ ആയാലും ആത്യന്തികമായി പരമമായ ഒരു ആനന്ദത്തെ കൊണ്ടുതരാൻ മെഡിറ്റേഷന് സാധിക്കുന്നുണ്ട്. ഒരുപാട് നല്ല മൊമെന്റ്സ് ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടെൻഷൻ റിലീഫ് ആവുകയും സ്ട്രെസ് റിലീഫ് ആവുകയും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യും. പണ്ട് എൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. ഒരാളെ പരിചയപ്പെട്ടു, പെട്ടെന്ന് ഒരിടത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. സംസാരിക്കുന്ന സമയത്ത് ആളുടെ പേര് മറന്നു പോവുക, പകുതിക്ക് വെച്ച് ആളുടെ പേര് ചോദിക്കാനും മടി. കാരണം പെട്ടെന്ന് ഞാൻ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും, എല്ലാവരുമായിട്ട് ഒരുപാട് സംസാരിക്കും. അപ്പം അത്രയും ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് പേര് ചോദിക്കുന്ന മോശമല്ലേ എന്ന് കരുതി പേര് ചോദിക്കാതെ വിടും. ആ ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊരു പ്രശ്നമാണെന്ന് എനിക്കറിയാമെങ്കിൽ കൂടിയും പിന്നീട് ഈ വ്യക്തി എവിടെ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും ഈ വ്യക്തിയുടെ പേര് ഞാനിങ്ങനെ അന്വേഷിക്കും, എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എനിക്ക് മാറിക്കിട്ടി. അത് കറക്റ്റായിട്ടൊരു ഫോക്കസിങ് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും എല്ലാ കാര്യത്തിലും മൈൻഡ് കൊണ്ട് ഓടിയെത്താൻ, ശരീരം ഓടിയെത്തുന്ന കാര്യങ്ങളിൽ മൈൻഡ് ഓടിയെത്താത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് കൂടുതൽ ടെൻഷൻ വരുന്ന സമയത്തുണ്ടാകും. പക്ഷേ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി മനസ്സും അതിനോടൊപ്പം തന്നെ ഓടിയെത്തുക. പല ചിന്തകളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ നീറ്റോടുകൂടിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് ചിന്തകളിലേക്ക് പോകാതെ മനസ്സിനെ ശൂന്യം ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ എങ്കിൽ കൂടിയും ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരാതെ എന്നെ മെഡിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നം വന്നാലും തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയാൽ അതുക്ക് മീതെ തോണി എന്ന് പറയുന്ന കണക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ, അതിനെയൊക്കെ ഫേസ് ചെയ്ത് സുന്ദരമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ, മനസ്സിനെ നെഗറ്റീവ് ആക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ മെഡിറ്റേഷൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അല്ലേ? ഗൈഡഡ് മെഡിറ്റേഷൻ മുതൽ പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയും എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും മെഡിറ്റേഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പല കോളുകളും വരുന്നത്, പല മെസ്സേജസും വരുന്നത്. അപ്പം ഇതൊരു പ്രോബ്ലമാണ്. ഈ ഫോക്കസിങ് ഇല്ലായ്ക, ഈ ടെൻഷൻ കൂടുക, സ്ട്രെസ്സ് കൂടുക. അപ്പോൾ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ അല്ലേ എല്ലാ അപ്ഡേഷൻസും പുതിയത് വരികയാണ്. അപ്പോൾ അതിന് പുറകെ ഓടി ക്ഷീണിക്കുന്നവരാണ് എല്ലാവരും. ചില കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കോള് വരികയുണ്ടായി. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പബ്ലിക്കായിട്ട് പറയുകയുണ്ടായി. എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടമുണ്ടായി. കാരണം ഞാൻ ആ വ്യക്തി ഒരുപാട് ഹേർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എനിക്കിനി അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പേരുടെ മുന്നേച്ചാണ് ഞാൻ ആ വ്യക്തി ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട്, എന്നാൽ ചെയ്തത് തെറ്റായി പോയി എന്നൊരു ബോധമുണ്ട് താനും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് ഒരു 9 വർഷത്തോളം സ്ഥിരമായിട്ട് കണ്ണട വെച്ച ഞാൻ മെഡിറ്റേഷനിലൂടെയാണ് വെറും 21 ദിവസം കൊണ്ട് എൻ്റെ കണ്ണട എടുത്തു മാറ്റിയത്. അപ്പം ഒരു വാശിപ്പുറത്ത് ഒരാളുമായിട്ടുള്ള ചെറിയൊരു ബെറ്റിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ എനിക്കിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ സുന്ദരമായിരുന്നു ആ മൊമെൻ്റൊക്കെ. എൻ്റെ ജീവിതത്തിലെ വളരെ സുന്ദരമായ ഒരു നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. അപ്പം മെഡിറ്റേഷൻ അത്രത്തോളം പവറുണ്ട്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ചിന്തകൾക്ക് കഴിയുമെന്ന്
മെഡിറ്റേഷനിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ചിന്തകളുടെ പവറും നമ്മുടെ ചിന്തകളുടെ ശക്തിയും പിന്നെ അതുവഴി ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള കണക്ഷനും ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് എൻ്റെ മൈൻഡിനെ കൊണ്ട് നിർത്താൻ മെഡിറ്റേഷൻ സാധിച്ചു. വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അതായത് ചക്ര മെഡിറ്റേഷനും ചക്രാസും ഓറയും ഇതൊക്കെ സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ ചിന്തകൾക്ക് അപ്പുറമുള്ളതാണ്. അപ്പോൾ സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചക്രാസും ഈ പറയുന്ന ഓറാസും ഒക്കെ ബ്രൈറ്റ് ആയി വരും. മെഡിറ്റേഷൻ മാത്രം ചെയ്താൽ മതി. മെഡിറ്റേഷനിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറുകയും നമ്മുടെ ചക്രാസ് ഒക്കെ ആക്ടിവേറ്റ് ആകുകയും നമ്മുടെ ഓറാസ് ഒക്കെ ബ്രൈറ്റ് ആകുകയും പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ഏതൊരു വ്യക്തിക്കും സാധിക്കുന്നതാണ്. അപ്പോൾ സ്വന്തമായ കാര്യങ്ങളിലേക്ക് മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ആത്യന്തികമായി പറയുകയാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും മെഡിറ്റേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഏത് സാഹചര്യത്തെയും ഒരു പുഞ്ചിരിയോടുകൂടി ഫേസ് ചെയ്യാൻ സാധിക്കും. വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും. സാധാരണ ഒരു വ്യക്തി പാനിക് ആകുകയും ടെൻഷൻ ആകുകയും ഡിസ്റ്റർബ്ഡ് ആകുകയും ചെയ്യുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത വ്യക്തിക്ക് കാം ആൻഡ് കൂളായിട്ട് അവരുടെ ഫേസ് ഇരിക്കുന്നത് കാണാം. എനിക്ക് പല സിറ്റുവേഷൻസും തോന്നിയിട്ടുണ്ട്. എത്ര സുന്ദരമായിട്ട് ഞാൻ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് അത്രയും നീറ്റായിട്ട് ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പം ആ എനർജിയെ, ഈ യൂണിവേഴ്സിൻ്റെ തന്നെ എനർജിയെ കൺട്രോൾ ചെയ്യാനും അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജനിലയെ കൺട്രോൾ ചെയ്യാനും പതുക്കെ പതുക്കെ നമ്മളിതൊക്കെ പഠിക്കും. പെട്ടെന്ന് പഠിക്കില്ല. പെട്ടെന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ റിലീഫ് ആകുന്നു നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ എനർജി എന്താണെന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പല കാര്യങ്ങളും പതുക്കെ നമ്മൾ പഠിച്ചു തുടങ്ങും. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആത്യന്തികമായിട്ട് യൂണിവേഴ്സ് നമ്മളെ പഠിപ്പിക്കും പല കാര്യങ്ങളും. കാരണം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് മെഡിറ്റേഷനിലൂടെ ഉണ്ടാകുന്നത്. എൻ്റെ അനുഭവങ്ങളായിരിക്കില്ല നിങ്ങളുടെ അനുഭവങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് 2 ഗ്രൂപ്പുണ്ട്. ജെൻസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഹീലിങ്ങിൻ്റെ നമ്പറും കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ചിന്ത ഇങ്ങനെയൊരു ചിന്തയുമായി നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് മെഡിറ്റേഷൻ? ഓരോ അനുഭവങ്ങളും പുതിയതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ പറയാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.